ഹലോ, നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജാനക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷമാണ്. ആക്ച്വലി പിറന്നാൾ ഇന്നല്ല, നവംബർ 10-നാണ്. ഇന്ന് ഒരു പിറന്നാൾ സദ്യയൊക്കെ ആയിട്ട് എന്റെ വീട്ടിൽ വെച്ചിട്ട് അപ്പം ഞങ്ങൾ ആറ്റിങ്ങിൽ നിന്ന് പൗടിക്കോണത്തേക്ക് പോവുകയാണ്. ഇന്ന് വണ്ടി ഓട്ടിക്കുന്നത് മാളുവാണ്. മാളു ഹായ്. ജാനക്കുട്ടി അമ്മു ബാക്കിലുണ്ട്. ഈ മംഗലപുരം പോത്തങ്കോട് റോഡ് കഴിഞ്ഞ ഓണമൊക്കെ വന്നപ്പോൾ ഭയങ്കര മോശമായിരുന്നു. ഇപ്പം എന്തായാലും അത് പണി തീർത്ത് നല്ല ക്വാളിറ്റി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാം. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് എൻ്റെ വീടെത്താറായി. ഇത് വീട്ടിന് താഴെയുള്ള ഏലായിൽ കൂടെയുള്ള തടമാണ്. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു, വീട്ടിലേക്ക് കയറി. ഇതെൻ്റെ കൊച്ചൻ്റെ വീടാണ്. കുഞ്ഞിറങ്ങിയെന്ന് വീട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതാണ് എൻ്റെ വീട്. അങ്ങനെ പതിയെ സദ്യ കഴിക്കാൻ തുടങ്ങി. എല്ലാവരും സദ്യ കഴിക്കുന്ന തിരക്കിൽ ജാനക്കുട്ടി കഞ്ഞി കുടിക്കുന്ന തിരക്കിൽ. എല്ലാവരും വിശേഷമൊക്കെ പങ്കുവെച്ചുകൊണ്ട് സദ്യയൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് സദ്യ കഴിഞ്ഞു. രണ്ടാമത്തെ റൗണ്ടിനായിട്ട് ഇലയിട്ടു. കറികളെല്ലാം വിളമ്പുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഈ സദ്യ ഓർഡർ ചെയ്തത് കേളമംഗലം കാറ്ററിങ്സ്, പൗടിക്കോണത്ത് ജയപുരത്തുള്ള കാറ്ററിംഗ് സർവീസാണ്. നല്ല സൂപ്പർ സദ്യയായിരുന്നു. നല്ല തിരുവനന്തപുരം സ്റ്റൈൽ നമ്പർ 1 സദ്യയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ ഞാനും കഴിക്കാനിരുന്നു. എൻ്റെ കൂടെ അനിയൻ അപ്പൂസും അപ്പുറത്ത് മാളും ആര്യയും കിച്ചുവൊക്കെ കഴിച്ചു. കിച്ചു ഹായ്. അങ്ങനെ സദ്യയുടെ ലാസ്റ്റ് റൗണ്ടെത്തി. ആദ്യം സദ്യക്ക് സെർവ് ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ കഴിക്കാനിരിക്കുന്ന ആൾക്കാർ. അമ്പാടിയും അമ്മവും എൻ്റെ അമ്മയും അനിയത്തി ആതിരയുണ്ട്. സദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ്. സദ്യ എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം ഫാമിലി എല്ലാവരും കൂടെ ഒത്തുകൂടിയൊരു ഫങ്ഷനായിരുന്നു. പിന്നെ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇനി ഇത് കഴിഞ്ഞ് എനിക്ക് സാരംഗി വരെ പോകണം. സാരംഗി എന്ന് പറഞ്ഞാൽ സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക്. ഞാൻ തബലയും കീബോർഡൊക്കെ പഠിച്ച എൻ്റെ മ്യൂസിക് സ്കൂൾ. അവിടെ ഒരു ചെറിയ റീയൂണിയൻ പരിപാടിയുണ്ട്. അപ്പം അങ്ങോട്ടുള്ള പോക്കാണ്. അങ്ങോട്ട് പോകും. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സാരംഗിയിലെ കുറച്ച് പ്രോഗ്രാംസാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക്. സാരംഗിയെ പറ്റി പറയുമ്പം ഞാൻ 15 വർഷത്തോളം ഇവിടുത്തെ സ്റ്റുഡൻ്റായിരുന്നു. 2000-ലാണ് സാരംഗി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 25 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന ഡിസംബറിലാണ് 25ാം വാർഷികം. ഇതൊക്കെ സാരംഗിലെ ടീച്ചറിനും ഭദ്രയ്ക്കും അമ്മൂമ്മ ടീച്ചറിനെ കിട്ടിയ പുരസ്കാരങ്ങളാണ്. ഇല്ല, എനിക്കങ്ങനെ മൈക്ക് വെച്ച് സംസാരിക്കാനാണെങ്കിൽ മൈക്കില്ലാതെ സംസാരിക്കണമെങ്കിൽ പേടിയൊന്നുമില്ല. സ്റ്റേജിൽ 4 പേരാണെങ്കിൽ 400 പേരാണെങ്കിൽ സ്റ്റേജ് ഫിയർ എനിക്കില്ല. സാരംഗിയുടെ സ്റ്റേജിൽ തന്നെയാണ് കൂടുതൽ പെർഫോം ചെയ്തിട്ടുള്ളത്. പുറത്ത് പെർഫോം ചെയ്യാത്ത ആർട്ടിസ്റ്റാണ്.
ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള സാരംഗിയിൽ തന്നെയാണ്. എൻ്റെ പേര് അരുൺ ശേഖർ. എൻ്റെ അച്ഛനാണത്. അച്ഛനാണ് സാരംഗിയുടെ 95% പ്രോഗ്രാംസിലും സൗണ്ട് സിസ്റ്റം വയ്ക്കുന്നത്. 5% സൗണ്ട് ഇല്ലാതെ ടീച്ചർ പാടും. എൻ്റെ പേര് അരുൺ പറക്കാം. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇപ്പം ഇംഗ്ലണ്ടിൽ റെഡിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ആനുവൽ ലീവിൽ ഹോളിഡേ ആയിട്ട് വന്നതാണ്. ടീച്ചർ എന്നോട് ചോദിച്ച് ഒരു മന്ത്ലി പ്രോഗ്രാം ഉണ്ട്, നേരത്തെ 3 മണിക്ക് വെച്ചാൽ വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ പറഞ്ഞു. എന്നെ കരുതിയിട്ടാണത് 3 മണിക്ക് വെച്ചതെന്നുള്ളതിൽ ടീച്ചറിനോട് താങ്ക്സ്. ഞാൻ മാത്രമേ വന്നുള്ളൂ. ഞാനിവിടെ ഏകദേശം 15 വർഷത്തോളം തബല പഠിച്ചിട്ടുണ്ട്. 5 വർഷത്തോളം കീബോർഡ് പഠിച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ യൂത്ത് ഹോസ്റ്റലിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്കൂൾ ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സാരംഗിയുടെ 25ാം വാർഷികം ശരിക്കും ഞാൻ മിസ് ചെയ്യും. എനിക്ക് ഡിസംബറിൽ ആനുവൽ ലീവ് കിട്ടില്ല. ഞാൻ അപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടില്ല. വേറെ സ്റ്റാഫ് ആ സമയത്ത് ലീവ് അപ്ലൈ ചെയ്തവർക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്താൽ എനിക്കത് കിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ലീവ് എടുത്ത് ഇപ്പോൾ വന്നത്. കഴിഞ്ഞ പ്രോഗ്രാം ഞാൻ ഫോട്ടോസൊക്കെയാണ് കണ്ടത്. 25ാം വാർഷികവും ഞാൻ അതുപോലെ ഫോട്ടോയും വീഡിയോയും കണ്ട് നിർവൃതികളെ. എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ. എല്ലാവർക്കും മുൻപ് പഠിച്ച സ്റ്റുഡൻസിനും ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്കും എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച ഒരു വൈകുന്നേരം വന്നു ഒന്നൊത്തുകൂടി കുറച്ച് പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ. ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. അനന്തപദങ്ങൾ കടന്നു അണഞ്ഞു പറഞ്ഞു തരുന്നു ആകാശം താഴുന്നു നീരാരം തോന്നുന്നു കതിരൊളികൾ പടരുന്നു ഇരുളകൾ അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടിൽ വന്ന പൈകിളിയല്ലേ കൂടിച്ചും കോരി നിൽക്കും കൂട്ടണിയല്ലേ. സാരംഗിയുടെ പ്രോഗ്രാമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് പ്രോഗ്രാമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. എനിക്ക് ജാനകിക്കുട്ടിയും കൊണ്ട് ഇവിടെ കേളമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകാനുണ്ടെന്ന്. അപ്പം എൻ്റെ കൊച്ചിലെ
ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ള ഒരു അമ്പലമാണ്. നാട്ടിലുള്ളപ്പോഴൊക്കെ ഞാൻ പോവാൻ എനിക്ക് ആഗ്രഹമുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ജാനകിക്കുട്ടിയും കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പം ഇനി വീഡിയോയുടെ ബാക്കി ഭാഗം ജാനകിക്കുട്ടിയും കൊണ്ട് അമ്പലത്തിൽ പോകുന്ന വിശേഷങ്ങളാണ്. ഇതാണ് എൻ്റെ വീട്. നേരത്തെ ഞാൻ കാണിച്ചില്ലേ എൻ്റെ വീട്. ഇതെൻ്റെ അപ്പോച്ചൻ. അപ്പോച്ച ഹായ്. ഹായ്. ഇതാണ് വീടിൻ്റെ മുറ്റം. നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടിയല്ല, താഴെ കൊച്ചിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. അവനകത്ത് വിട്ടേക്കാണ്. ഇത് എൻ്റെ അമ്മാമ്മ ശ്രീമതി കമലമ്മ. ഇത് അമ്മ. ജാനകിക്കുട്ടി വെള്ളം കുടിക്കുന്നു. ജാനകിക്കുട്ടി അച്ഛാ ബാബാ. ആ ജാനകിക്കുട്ടി വെള്ളം കുടിക്കണം. അച്ഛാ അങ്ങനെ ജാനകിക്കുട്ടി റെഡിയായി. ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് പോകുന്നു. ഹായ്. അമ്പലം ഇവിടെ അടുത്താണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോകണ്ട, 1 കിലോമീറ്ററോളം പോയാലാണ് അമ്പലത്തിലെത്താം. അപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴി നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനടുത്തെത്തി, കാർ പാർക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം കേളമംഗലം മഹാവിഷ്ണുവിനെ കാണാനായിട്ട് ഈ സന്ധ്യ നേരത്ത് ഇവിടെ നിന്നാൽ തന്നെ മനസ്സിനൊരു ശാന്തിയാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ എത്ര ആസ്വദിച്ചാലും മതി വരില്ല. ഞങ്ങൾ തൊഴുത്തിറങ്ങി, ചന്ദനക്കുറിയൊക്കെ തൊട്ടു. ജാനകിക്കുട്ടി ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. നിങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ പറഞ്ഞേ. തെക്കൻ തിരുവിതാംകൂർ എന്നാണ് ഈ അമ്പലം അറിയപ്പെടുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി പ്രദക്ഷിണം വയ്ക്കുകയാണ്. മുമ്പ് ഇവിടെയൊക്കെ മണലായിരുന്നു. ഇപ്പം ഇൻ്റർലോക്കോ ടൈലൊക്കെ പാകിയിട്ട് ഈ രീതിയിലാണ്. ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. എനിക്ക് ആ പഴയ മണലും മണ്ണും ചെളിയൊക്കെയാണ് എനിക്കിഷ്ടം. എൻ്റെ ജാനകിക്കുട്ടി ആദ്യമായിട്ട് അമ്പലത്തിന് ചുറ്റും വല വയ്ക്കുന്നതാണ്. അങ്ങനെ ദർശനം കഴിഞ്ഞ് നിന്നപ്പോൾ പരിചയ ഒരാളിനെ കണ്ടു. നിങ്ങൾക്കറിയാമോ? നമ്മുടെ ആനന്ദേട്ടനൊരു ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി. ഇനി വൈകുന്നേരത്തെ പയറും കഞ്ഞിയും കുടിച്ചിട്ട് തിരിച്ച് ആറ്റിങ്ങിലേക്ക് പോകണം. അമ്മാമ്മയും അപ്പച്ചനും TV ന്യൂസൊക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്മാമ്മയുടെ അപ്പച്ചനോട് യാത്ര പറഞ്ഞ് തിരിച്ച് ആറ്റിങ്ങിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ ആറ്റിങ്ങിലെത്തി. അവിടെ അമ്മയാണ് വരുന്നത് കുഞ്ഞെടുക്കാനായിട്ട്. ഇന്ന് മൊത്തം 61 കിലോമീറ്ററാണ് യാത്ര ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി. ഇന്നായിരുന്നു ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ വുമൻസ് വേൾഡ് കപ്പ് ഫൈനൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കുറച്ച് നേരം ക്രിക്കറ്റൊക്കെ കണ്ടു, ഇന്ത്യ ജയിക്കാനായിട്ടൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.